അപ്പോൾ നമ്മൾ എസ് എസ് ജി എന്താണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. ഇപ്പം നമുക്ക് എസ് എസ് ജി എന്ന് പറയുന്നത് ആക്ച്വലി ക്ലയൻറ്റ് സൈഡിലും അല്ല, ഈ സെർവർ സൈഡ് റെൻഡറിങ് അല്ല. ഇത് നമ്മൾ എസ് എസ് ജി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രൊഡക്ഷൻ ബിൽഡ് ചെയ്യുന്ന ടൈമിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ബിൽഡ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ npm റൺ ബിൽഡ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷനിൽ ബിൽഡ് ചെയ്ത് ഒരു ഫോൾഡർ അതിൻ്റെ കൂടെ ഫയൽസും കാണും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഔട്ട്പുട്ട് തരും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റൗട്ടിംഗ് പേജസ്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് CSS ഫയല് നമുക്കിവിടെ തരുന്നുണ്ട്. പിന്നെ അതുപോലെ മീറ്റപ്പ് ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 404 പേജ് എന്ന് പറയുന്നത് ആക്ച്വലി അത് ഡീഫോൾട്ട് ആണ് വരുന്നത്. പ്രൊഡക്ഷൻ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ Next.js അത് ഓട്ടോമാറ്റിക്കലി ആ പേജ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരും. പിന്നെ നമുക്ക് ന്യൂ മീറ്റപ്പ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ CSS ഫയലുണ്ട്. പിന്നെ ഫസ്റ്റ് ലോഡ് JS ഫയലിൽ ഇതൊക്കെ എല്ലാം ഒരു ചങ്ക് ഫയൽസ് ആണ്. ഇതിനകത്ത് നമ്മുടെ ഫങ്ഷനും കാര്യങ്ങളും എല്ലാം നമുക്കൊരു ചങ്ക് ഫയൽസ് ആയിട്ടായിരിക്കും നമുക്കിവിടെ തരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫീൽഡ് ഡോട്ടിൻ്റെ അവിടെ SSG, അതായത് സ്റ്റാറ്റിക് സെർവർ ജനറേഷന് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആസ് സ്റ്റാറ്റിക് HTML പ്ലസ് JSON. ഇവിടെ ഞാനിവിടെ ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി Next.jsന് അറിയാം ഇതൊരു SSG ടൈപ്പ് ആണ്. സോ അതുകൊണ്ട് ഈ സ്റ്റാറ്റിക് HTML JSON ഫയൽസ് ക്രിയേറ്റ് ചെയ്ത് വന്നു. അപ്പം ഞാനിത് ഈ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്ച്വലി ഈ പ്രൊഡക്ഷൻ ബിൽഡ് ചെയ്ത സാധനം നമ്മൾ ലോക്കലിൽ റൺ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ സാധനം ഡിപ്ലോയ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നോക്കുമ്പോൾ നമ്മുടെ സൈറ്റിനകത്ത് നമുക്ക് ഫോട്ടോസും ആ സാധനങ്ങളും കാണും, മീറ്റപ്പ് ലിസ്റ്റ് എല്ലാം കാണും. പക്ഷെ അതെല്ലാം സ്റ്റാറ്റിക് ആയിട്ടായിരിക്കും. ബട്ട് ഇൻ കേസ് ഇപ്പം നമ്മുടെ ഈ ഡമ്മി ഡേറ്റ എന്ന് പറയുന്ന നമ്മുടെ ഈ വേരിയബിളിനകത്തുള്ള വാല്യൂസ് ആക്ച്വലി പഴയ ഡേറ്റ ആയിരിക്കും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പുതിയത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡമ്മി ഡേറ്റ നമ്മൾ പുതിയ വാല്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ ആക്ച്വലി നമ്മൾ ആ പ്രൊഡക്ഷൻ ബിൽഡിൽ കാണിക്കത്തില്ല. ബിക്കോസ് അവിടെ പ്രൊഡക്ഷൻ ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പഴയ ഡേറ്റ ആയിരിക്കും കാണിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ആ ഡേറ്റ മോഡിഫൈ ചെയ്താൽ അവിടെ കാണിക്കത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിവിടെ കോമ ഇട്ടിട്ട് ഇവിടെ നമ്മൾ ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സിൻ്റെ ഇവിടെ തന്നെ നമ്മൾ പ്രോപ്സ് കഴിഞ്ഞിട്ട് കോമ കഴിഞ്ഞിട്ട് നമ്മൾ റീവാലിഡേറ്റ് എന്ന് പറയുന്നൊരു ഈ നമ്മളിവിടെ കൊടുക്കും. ഇവിടെ നമ്മളൊരു വാല്യൂ പറഞ്ഞു കൊടുക്കും. ഈ റീവാലിഡേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ നമ്മുടെ ഈ ഡേറ്റാസിന് എന്തെങ്കിലും ചേഞ്ച് വല്ലതും ഉണ്ടെങ്കിൽ ഓരോ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് 10 എന്ന് പറയുന്നത് ഇത് 10 സെക്കൻഡാണ്. ഓക്കെ, ഈ 10 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ 10 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ ഡേറ്റ അപ്ഡേറ്റ് ചെയ്ത് തരും. അതായത് ഈ 10 സെക്കൻഡ് കഴിയുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഡമ്മി ഡേറ്റയ്ക്കകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഓരോ 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിങ്ങനെ ചേഞ്ച് ചെയ്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. ഇത് കൊടുത്തില്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്തെങ്കിലും ഡമ്മി ഡേറ്റയിനകത്ത് എന്തെങ്കിലും പുതിയ വാല്യൂസ് ആഡ് ചെയ്യോ അപ്ഡേറ്റോ എല്ലാം ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഇത് ബിൽഡ് ചെയ്തിട്ട് ഒന്നും കൂടെ റീഡിപ്ലോയ് ചെയ്യണം. ഓക്കെ, റീഡിപ്ലോയ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടി വരും. സോ ഡേറ്റാസിൽ എന്തെങ്കിലും ഇങ്ങനെ വാല്യൂസിൽ ചേഞ്ചോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, നമ്മളിവിടെ ഒരു റീവാലിഡേറ്റ് എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കും. അതിനകത്ത് നമ്മൾ 10 എന്ന് പറഞ്ഞാണ് കൊടുക്കുക. ഓരോ 10 സെക്കൻഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, നിങ്ങൾക്ക് 1 വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഓരോ സെക്കൻഡ് നോക്കി കഴിയുമ്പോൾ ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ ഇത് ഡേറ്റ ഇത് റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. അതായത് ഈ ഡമ്മി ഡേറ്റ മാത്രം റീഫ്രഷ് ആയിക്കൊണ്ടേയിരിക്കും, ബാക്കിയെല്ലാം സ്റ്റാറ്റിക് ആയിരിക്കും. ബാക്കി അതിനകത്ത് ഒന്നും ചേഞ്ച് വരത്തില്ല. സോ സ്റ്റാറ്റിക് സൈഡ് ജനറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രൊഡക്ഷൻ ബിൽഡിന് വേണ്ടി മാത്രമുള്ളൊരു സാധനമാണ്. ബാക്കി ക്ലയൻറ്റ് സൈഡിനോ സെർവർ സൈഡായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രീ റെൻഡറിങ് സംഭവം നമ്മുടെ പ്രൊഡക്ഷൻ ബിൽഡിൽ മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ ഒരു നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ ഡേറ്റാസിന് എന്തെങ്കിലും മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ റീവാലിഡേറ്റ് 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ട് റീവാലിഡേറ്റ് 1 എത്ര വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 300 കൊടുക്കാം. 300 സെക്കൻഡ് കഴിയുമ്പോൾ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ
ഈ വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ആ ഡമ്മി ഡേറ്റ അവിടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസ് അവിടെ മോഡിഫൈ ചെയ്ത് കാണിക്കുന്നു. ഓക്കെ.